ഹലോ നമസ്കാരം, താരാസുണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എപ്പോഴും ട്രാവൽ വ്ളോഗൊക്കെയാണ് ഇടാറുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ചില സമയത്തൊക്കെ ഞാൻ മറന്നു പോകും വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിന് കഴിക്കാൻ പറ്റിയ ലഞ്ച് റെസിപ്പീസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ മീൻ നമ്മുടെ നാട്ടിലുള്ള തിലോപ്പിയ മീൻ എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ ഇത് പാക്കറ്റിലാക്കി വരുന്നതാണ്. ഇവിടെ കാനഡയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് ഇതൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഫ്രഷായിട്ട് തന്നെ ഇവർ മാംസം മാത്രം എടുത്ത് പാക്ക് ചെയ്ത് വെക്കണതാണ്. അപ്പം നമുക്കതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. അതൊന്ന് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ക്ലീനാക്കിയാണ് അവർ തന്നത്. വേറെ ഒരു അഴുക്കൊന്നും അതിലില്ല. നല്ല പാക്കിംഗ് ആയിട്ടാണ് നമുക്ക് കിട്ടണത്. അപ്പം നമ്മത് പുളിയിട്ട് പറ്റിക്കാനാണ് എടുത്തേക്കണത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സവാളയുടെ പകുതിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി 2-3 പച്ചമുളകൊക്കെ എടുത്തിട്ട് അത് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി ഒരു 2 ടീസ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ പുളിയും ഇട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ വീതി കൂടിയ വലിയ കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. എന്നാലേ ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ മീൻ കറി വയ്ക്കാനൊക്കെ എളുപ്പം സാധിക്കും. നമുക്ക് വെട്ടി അതിൻ്റെ ഇതൊന്നും കളഞ്ഞ് ക്ലീൻ ചെയ്തൊന്നും എടുക്കണ്ട. ഇങ്ങനെ പാക്കിൽ തന്നെ വരണ തന്നെ നല്ല ഫ്രഷ് മീനുകളായിരിക്കും എല്ലാവരും. ഒട്ടും അഴുക്കോ അല്ലെങ്കിൽ ചീയലോ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ആ മീനൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ നല്ല അടിപൊളി മീൻ കറി റെഡിയാണ്. അപ്പോൾ ഞാൻ ഇത് സവാളയൊക്കെ മൂപ്പിച്ചിട്ടാരണം തന്നെ പിന്നെ ലാസ്റ്റ് നമ്മൾ താളിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞിടണം. അപ്പം നല്ല ടേസ്റ്റാണ്. മുളക് കറിയിൽ ലാസ്റ്റ് വരുമ്പോൾ ചെറിയ ഉള്ളി വെറുതെ ചതച്ച് അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കുടംപുളി ഇട്ട് വെക്കണ കറിയിൽ. അപ്പോൾ ഇത് നല്ലോണം തിളച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടാൽ മതിയാകും. അപ്പോൾ നല്ല അടിപൊളി കറിയായിരുന്നത്. നല്ല ടേസ്റ്റുള്ള നല്ല കറിയാണ്. നമ്മൾ നാട്ടിൽ വെക്കണ പോലെ തന്നെ കുടംപുളി ഇട്ട നല്ല മുളക് കറിയാണ്. പക്ഷേ ഇവിടെ പാക്ക് ചെയ്ത് വന്നാറിനും തന്നെ നമ്മൾ വിചാരിക്കും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ കറിക്കൊക്കെ ഒട്ടും കേടൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് മീനുമായിരുന്നു. അപ്പോൾ നമ്മുടെ കുടംപുളി ഇട്ട അടിപൊളി മുളക് മീൻ കറി ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മൾ അപ്പോൾ കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു അരമണിക്കൂർ നേരം നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചപ്പോഴത്തേനും നല്ല കുറുകി നല്ല ഗ്രേവിയൊക്കെ മീനിലൊക്കെ പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി കറിയായി. പിന്നെ നമുക്കൊരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പച്ചക്കറികളൊക്കെ എല്ലാം തന്നെ പാക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ബീൻസ്, അതുപോലെ അമരയ്ക്ക, വെണ്ടയ്ക്ക ഇതൊക്കെ പാക്കിങ്ങിലാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ ഈ പച്ചക്കറി അമരയ്ക്കയാണത്. ഞാൻ ബീൻസാണെന്നാണ് വിചാരിച്ചായിരുന്നത്. അപ്പോൾ അമരയ്ക്കയാണെന്നാണ് മോള് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് നല്ല മൂത്ത ഇതായിരിക്കുള്ളൂ, ചിലപ്പോൾ ഇത് മൂത്തത് കാരണം ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കഴുകിയൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് പെട്ടെന്ന് കൊടിഞ്ഞു പോകുന്നുണ്ട്. നല്ല പാകത്തിനുള്ള മൂപ്പുള്ളൂ. ഒറ്റെണ്ണം പോലും ഇതിൽ കേടുണ്ടായില്ലായിരുന്നു. ഈ പാക്കറ്റിൽ നല്ല ഫ്രഷായിട്ടുള്ള സാധനമാണ് കണ്ടത്. ഇതിൻ്റെ ഈ 2 വശവുമുള്ള തലയും വാലും മാത്രം നമ്മൾക്കൊന്ന് അരിഞ്ഞ് കളയേണ്ട ഇതുണ്ടായുള്ളൂ. ആ ഒരു പാക്കറ്റിൽ ഫുള്ള് ഒറ്റെണ്ണം കേടില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള നല്ല അമരയ്ക്കായിരുന്നത്. നല്ല പാകത്തിനുള്ള മൂപ്പുള്ള ഒട്ടും മൂത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ ഈ അമരയ്ക്ക ഒന്ന് കഴുകി 1-2 പ്രാവശ്യം കഴുകിയാൽ മതിയാകും. വേറെ അഴുക്കോ കേടോ ഒന്നുമില്ല ഇതിൽ. എന്നിട്ട് നമുക്ക് ചെറുതാക്കി നമ്മുടെ നാട്ടിലൊക്കെ ബീൻസൊക്കെ അരിയണ പോലെ തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ അതിലൊക്കെ ഞാനൊരു ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള പയറും അച്ചിങ്ങപ്പയറും ക്യാരറ്റൊക്കെ വെക്കണ പോലെ തന്നെയാണ് ഇത് വെക്കണത്. പിന്നെ അതിലേക്ക് ഞാനൊരു സവാളയുടെ പകുതിയും കുറച്ച് വെളുത്തുള്ളി 2 പച്ചമുളകൊക്കെ എടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ട് വെളിച്ചെണ്ണ പാനിലൊഴിച്ച് ചൂടാകുമ്പോൾ ഈ സവാളയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അമരക്കയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സവാള ബ്രൗൺ നിറമൊന്നും ആവണ്ട. അപ്പോൾ അമരക്കയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു 3-4 മിനിറ്റ് നേരം നടച്ച് വെച്ച് വേവിക്കാം. ഇതിനധികം വേവുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടിയത് ഒരു 5 മിനിറ്റിൻ്റെ വേവുണ്ടായുള്ളൂ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ച നല്ല മൂത്തതായിരിക്കും, ഭയങ്കര വേവുണ്ടായിരിക്കും ഒക്കെ എന്നാണ്. പക്ഷേ ഒട്ടും വേവൊന്നും ഉണ്ടായില്ല, നല്ല ഫ്രഷായിട്ടുള്ള നല്ല അമരക്കയായിരുന്നു. അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ടപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായതിന്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ മൂടി വെച്ച് ഒന്ന് 2-3 മിനിറ്റ് കഴിയപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അതിലൊക്കെ നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഗ്രേറ്റ് ചെയ്ത തേങ്ങയാണല്ലോ, അപ്പോൾ അത് തന്നെയാണ് ചേർത്ത് കൊടുക്കണത്. അപ്പോൾ ഒരു 2-3 സ്പൂൺ ആ തേങ്ങയും ഗ്രേറ്റ് ചെയ്ത തേങ്ങയും കൂടി ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇവിടുത്തെ ഉപ്പിന് ഇത്തിരി ഉപ്പിൻ്റെ ഇത് കുറവാണ്, അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഇച്ചിരി കൂടുതൽ ഇടേണ്ടി വരും. ഭയങ്കര കട്ടുപ്പ് ഉള്ള ഉപ്പല്ല ഇവിടെ ഉള്ളത്. അതേ നമ്മുടെ തോരനും റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ തോരന്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മീൻ കറിയും തോരനും റെഡിയായി. ഇനി മീൻ വറക്കാനുണ്ട്. അപ്പോൾ അതൊരു വലിയ മീനാണ് കിട്ടിയേക്കണത്. അപ്പോൾ അത് വറക്കണ പാകത്തിനുള്ള കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ കഷ്ണങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു മീനാണിത്. എനിക്ക് കൂരി പോലെയൊക്കെയാണ് തോന്നിയത്, പക്ഷേ അത് കൂരിയല്ല എന്നാണ് പറഞ്ഞത്. വേറെ എന്തൊരു പേരാണ് ഇതിന് പാക്കറ്റുമ്പോൾ കണ്ടത്. അപ്പം ഞാനിതിൻ്റെ ഈ തൊലിയുടെ ഭാഗത്തൊക്കെ അതിൻ്റെ കറുപ്പൊക്കെ ഒന്ന് വടിച്ച് കളയാണ്. തൊലി പൊളിച്ച് കളഞ്ഞാൽ പിന്നെ ഇത് ഉടഞ്ഞു പോകും, അതുകൊണ്ട് തൊലി പൊളിച്ച് കളയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ കറുപ്പൊക്കെ ഒന്ന് വടിച്ച് കളഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട് ആദ്യം തേച്ച് കഴുകി, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടിയും ഇട്ട് തേച്ച് കഴുകിയിട്ടാണ് എടുത്തേക്കണത്. നന്നായിട്ട് കഴുകിയെടുത്ത് പിന്നെ നമ്മളിത് വലിയ കഷ്ണങ്ങളൊക്കെ ഇരുന്നപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്, വറക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മീനിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ചിക്കനും മീനൊക്കെ വറുക്കുന്നത് എയർ ഫ്രയറിലാണ്. ഒട്ടും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പക്ഷെ ഇവിടെ അതും കൂടി ചെയ്യാറില്ല. ഇങ്ങനെ തന്നെ ഈ തേച്ച മീൻ ഫ്രിഡ്ജിൽ വെച്ച് കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതിന് ശേഷമാണ് നമ്മൾ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുന്നത്. ഒട്ടും എണ്ണ ഒഴിക്കാറില്ല, പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല. അപ്പോൾ നമ്മുടെ മീനും അതുപോലെ തന്നെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ എയർ ഫ്രയറിൽ 20 മിനിറ്റ് വരെയാണ് ഇത് വയ്ക്കണത്. 340 ഡിഗ്രിയിൽ 20 മിനിറ്റ് വരെയാണ് വയ്ക്കണത്. അപ്പോൾ അടിപൊളി മീൻ ഫ്രൈയും റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെസിപ്പീസൊക്കെ ഇതാണ്. മീൻ മുളക് കറിയും അമരക്ക തോരനും മീൻ ഫ്രൈയുമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒന്നും ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനിയും കുക്കിംഗ് വീഡിയോയും ട്രാവൽ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.